ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പപ്പിയെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് പൊന്നി. എല്ലായിടത്തും തിരയുന്നുണ്ടെങ്കിലും പപ്പിയെ എവിടെയും തന്നെ കാണുന്നില്ല. തുടർന്ന് ശ്യാമയോട് ചെന്ന് വിവരം പറയുമ്പോൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് ശ്യാമ. ഇത് കാണുന്ന പൊന്നി ശ്യാമയോട് പറയുകയാണ്, കുഞ്ഞെ, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ ബാക്കിയുള്ളവരോടും കൂടി പപ്പിയെ കാണുന്നില്ലെന്ന് പറയാം. എല്ലാവരും കൂടി തിരഞ്ഞാൽ പപ്പിയെ കിട്ടും. മോള് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വരരുത്. പിന്നെ ഇത്രയും നാളും കളിച്ച നാടകമൊക്കെ ഒറ്റയടിക്ക് പൊളിയുന്ന രീതിയിൽ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് പൊന്നി താഴേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും പപ്പിയെ തിരയുന്നുണ്ടെങ്കിലും എവിടെ നിന്നും പപ്പിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. സത്യയെ ആഹാരം കഴിക്കാൻ വിളിക്കുകയാണ് ശാരദാമ്മയും ഗോപാലകൃഷ്ണനും. പപ്പിയോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞുകൊണ്ട് സത്യ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് പിന്നെ ശാരദാമ്മേ, ഇന്ന് ഞാൻ മുറിയിലിരുന്ന് കഴിച്ചോളാം, എനിക്ക് കുറെ എഴുതാനുണ്ടെന്ന് സത്യ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയെന്നും ശാലിനി പറയുന്നു. ഇത് കേൾക്കുന്ന ഗോപാലകൃഷ്ണനും ശാരദാമ്മയും ശാലിനിയെ വഴക്ക് പറയുകയാണ്. മോൾക്ക് പഠിക്കാനുള്ളത് കൊണ്ടല്ലേ ശാലിനി, അവൾ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചോട്ടെ, എന്തെങ്കിലും കഴിച്ചാൽ മാത്രം മതി. അല്ല ശാരദാമ്മേ, കൂടുതൽ പോഷകാഹാരങ്ങളല്ലേ കുട്ടികൾ കഴിക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് ചോറ് കുറച്ചുകൂടി തരാൻ സത്യ പറയുകയാണ്. അങ്ങനെ പപ്പിക്കും കൂടി കഴിക്കാനുള്ള ചോറും കറികളുമായിട്ട് സത്യ മുറിയിലേക്ക് ചെല്ലുന്നു. രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. പരസ്പരം വാരിക്കൊടുത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞും അവർ സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പപ്പിയെ കാണാതെ എല്ലാവരും ടെൻഷനോടെ നടക്കുമ്പോൾ കാർത്തികയെ എന്ന് വിളിച്ച് ദേഷ്യത്തോടെ ശ്യാമ താഴേക്ക് വരികയാണ്. ശ്യാമയെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ എന്റെ കുഞ്ഞെവിടെ, എന്റെ കുഞ്ഞിനെ നീ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് ചോദിച്ച് കാർത്തികയുടെ കഴുത്തിന് പിടിക്കുകയാണ് ശ്യാമ. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ശ്യാമയെ തട്ടിമാറ്റി കാർത്തിക പറയുകയാണ്, സത്യമേ, ഞാൻ പറഞ്ഞതല്ലേ ഇവളുടേത് നാടകമാണെന്ന്, ഇവള് നിങ്ങൾ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. തുടർന്ന് ശ്യാമയെ തട്ടിമാറ്റിക്കൊണ്ട് സത്യഭാമ പറയുകയാണ്, ഇത്രയും നാളും ഞങ്ങളെല്ലാവരെയും പറ്റിച്ചതും പോരാ, ഇപ്പൊ നീ ഇവൾക്ക് നേരെ കയർക്കാൻ നോക്കുന്നു. രോഹിത്തെ, നിനക്കിതറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് രോഹിത് പറയുന്നു. തുടർന്ന് ശ്യാമയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് സത്യഭാമ. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കാണരുത്, ഇപ്പൊ തന്നെ നീ ഇവിടെ ഇറങ്ങിക്കോണമെന്ന് ഭാമ പറയുമ്പോ ശ്യാമ ദേഷ്യത്തോട് പറയുകയാണ്, അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും എല്ലാവരെയും അടിച്ചിറക്കാനല്ലേ പറ്റൂ. എന്റെ കുഞ്ഞേച്ചി ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയപ്പോ കുഞ്ഞേച്ചിയെ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറ്റാനായി ഞാനൊരു നാടകം കളിച്ചു. അത് ശരി തന്നെയാ, പക്ഷേ എന്റെ കുഞ്ഞേച്ചിക്ക് ഇതില് യാതൊരുവിധ പങ്കുമില്ല. വിഷ്ണുവേട്ടനെയും കുഞ്ഞേച്ചിയും കൂടി ഒന്നിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. എന്റെ അടുത്തെങ്കിലും നിനക്കൊരു വാക്ക് പറയാമായിരുന്നല്ലോ ശ്യാമയെന്ന് രോഹിത് ചോദിക്കുമ്പോൾ എന്റെ പൊട്ട ബുദ്ധിക്ക് അത് തോന്നിയില്ലെന്നും, പക്ഷെ സത്യാമ്മേ, എന്റെ മോള് എത്ര വട്ടം എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ ഇവള് ഉപദ്രവിക്കുമെന്ന്. ഇവൾ അറിയാതെ പപ്പി എവിടെയും പോകില്ല, ഇവൾക്കറിയാം പപ്പി എവിടെയുണ്ടെന്ന് എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ഞെട്ടലോടെ കാർത്തികയെ നോക്കുകയാണ് വിഷ്ണുവും ഭാമയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.